ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളെ, ഇന്നത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം. I am very happy to be campaigning in Kerala today. എനിക്ക് കേരളത്തിൽ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ന് പ്രചരണം നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. These days my brother says this is his home. ഇന്ന് ഈ ദിവസങ്ങളിൽ എൻ്റെ സഹോദരന് ഇത് വീട് പോലെയാണ് ഇപ്പോ. He loves all of you very much, and like him the rest of my family loves and respects the people of Kerala. അദ്ദേഹം എൻ്റെ സഹോദരൻ നിങ്ങളെ എല്ലാവരെയും വളരെയധികം സ്നേഹിക്കുന്നു. അതുപോലെ ഞങ്ങൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. The reason the whole of India respects you is because you really stand truly for what India means. ഇന്ത്യ മുഴുവൻ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളവരെ ബഹുമാനിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്താണോ അതിനു വേണ്ടിയാണ് കേരളത്തിലുള്ളവർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുഴുവൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. You stand for peace, for brotherhood, for love. നിങ്ങൾ സമാധാനത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയാണ് കേരളത്തിലുള്ളവർ മലയാളികൾ നിലകൊള്ളുന്നത്. You stand for equality, for hard work. നിങ്ങൾ സമത്വത്തിന് വേണ്ടി, തുല്യതയ്ക്ക് വേണ്ടി, കഠിനാധ്വാനത്തിന് വേണ്ടിയാണ് മലയാളികൾ നിലകൊള്ളുന്നത്. For diligence and perseverance, regardless of what your circumstances may be. നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ വിവേകത്തിന് വേണ്ടി, നിങ്ങൾ സ്ഥൈര്യത്തോടു കൂടിയുള്ള പ്രവർത്തനത്തിന് വേണ്ടി, ഇതിനെല്ലാം വേണ്ടിയാണ് നിങ്ങളുടെ ഏത് സാഹചര്യമാണെങ്കിലും മലയാളികൾ നിലകൊള്ളുന്നത്. You are a state built through sheer hard work of your workers, of the farmers in the paddy fields, of fishermen who go deep into the sea for their livelihood. നമ്മുടെ കർഷകരുടെ, അതുപോലെ ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ അതികഠിനമായ അധ്വാനം കൊണ്ട് വളർത്തിയെടുത്തുണ്ടാക്കിയ ഒരു സംസ്ഥാനമാണ് ഈ ഇവിടുത്തെ തൊഴിലാളികളുടെയും കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ അധ്വാനത്തിലൂടെ വളർന്നുണ്ടായ സംസ്ഥാനമാണ് കേരളം. Your women, the women of Kerala, my sisters here, I read so much about you, about how hard you work, how you actually are the strength of the state. I've read recently about Rekha from Chavakadda, the first deep sea fisherwoman in Kerala. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളെപ്പറ്റി ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾ എത്രമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് എനിക്കറിയാം. ഈയിടെയും ഞാൻ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോയ ഒരു വനിതയായ ചാവക്കാടുള്ള രേഖയെ പറ്റി ഞാൻ വായിച്ചു. I read an interview of hers where she talked about how proud she feels, how hard she works, and how she wants to build a strong future for her children. She wants to educate them. ഈ രേഖ എന്ന് പറയുന്ന ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വനിതയുടെ ഒരു അഭിമുഖം ഞാൻ ഈയിടെ വായിച്ചു. അതിൽ ആ രേഖ പറയുന്നുണ്ട് എത്ര അഭിമാനം രേഖയെ പറ്റി ഉണ്ട്, അതുപോലെ എത്ര കഷ്ടപ്പെടുന്നുണ്ട് ആ വ്യക്തി തങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി, രേഖയുടെ കുട്ടികൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാക്കാൻ വേണ്ടി രേഖ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ ഞാൻ ആ അഭിമുഖത്തിൽ വായിച്ചു. I also read the story of a Dalit PhD scholar from Thrissur whose father was a daily wage laborer. ഒരു ദിവസ തൊഴിലാളിയായ ആളിന്റെ മകളായ അല്ലെങ്കിൽ മകനായ പുത്രനായ ഒരു PhD വർക്കർ, PhD നേടിയ ഒരു ദളിത് വിദ്യാർത്ഥിയെ പറ്റി, PhD സ്കോളറിനെ പറ്റി, തൃശ്ശൂരിലുള്ള ഒരാളെ പറ്റിയും ഞാൻ ഈയിടെ വായിച്ചു. With whatever he could save for her, he educated her. She went to a Navodaya Vidyalaya and later she received her doctorate. ആ അച്ഛൻ, ദിവസ തൊഴിലാളിയ അച്ഛൻ എത്രമാത്രം ചെറുതായിട്ടാണോ സമ്പാദിക്കാൻ പറ്റിയത് അത് സമ്പാദിച്ചു, മകൾക്ക് വേണ്ടി സമ്പാദിച്ചു, പഠിപ്പിച്ചു, നവോദയ വിദ്യാലയയിലേക്ക് വിട്ടു. ആ കുട്ടി പിന്നീട് ഭാവിയിൽ ഒരു PhD നേടിയെടുക്കുന്ന ആ കേരളത്തെ കുറിച്ചുള്ള കഥയും ഞാൻ ഈയിടെ വായിക്കുകയുണ്ടായി. So as I said before, the whole country is proud of your state. It is proud of you, and we all look up to you for what the new path of our country should be. What direction our politics should take. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യം മുഴുവൻ കേരളത്തെക്കുറിച്ചും മലയാളികളെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നു. ഈ രാജ്യത്തിന് മുഴുവൻ എങ്ങനെയാണ് രാഷ്ട്രീയം മുൻപോട്ട് പോകേണ്ടത് എന്ന് ദിശ കാണിച്ചു കൊടുക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ ഓർത്ത്, നിങ്ങളെ കുറിച്ചോർത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട്. In the last election, you placed your faith in the CPI and its government.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചത് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണിയിലാണ്. They swore by the Communist Manifesto. They promised you many things. And what unfolded before you was that in fact they followed a corporate manifesto and they did not keep their promises. നിങ്ങൾ വിശ്വാസം അർപ്പിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിധേയത്വം കാണിക്കുന്നതും അവർ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞതും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ അവരിന്ന് മുൻപോട്ട് പോകുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അല്ല, മറിച്ച് കോർപ്പറേറ്റ് മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത്. They failed to recognize the real gold of Kerala, the people of Kerala. കേരളത്തിന്റെ യഥാർത്ഥ സ്വർണം, അതായത് കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. It seems that they were more interested in foreign gold and in gold smuggling. കേരളത്തിലെ യഥാർത്ഥ സ്വർണമായ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയുന്നതിലും അവർക്ക് താല്പര്യം വിദേശത്തെ സ്വർണത്തിലും സ്വർണം കടത്തുന്നതിലുമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. Or in giving fishing contracts to multinational companies. അവര് ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾക്കാണ് മത്സ്യബന്ധന കരാറുകൾ നൽകിയത്. What you have seen in the last 5 years in Kerala is a politics of fear, of frauds, a kind of politics that has not kept the people of Kerala at its center. കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭയത്തിന്റെ രാഷ്ട്രീയമാണ്, വഞ്ചനയുടെ തട്ടിപ്പിന്റെ രാഷ്ട്രീയമാണ്. കേരളത്തിലെ ജനങ്ങളെ ഹൃദയഭാഗത്ത് വെക്കാത്ത ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. A kind of politics that has abandoned the idea of your rights, your equality, and put in a government of favoritism. നിങ്ങളുടെ അവകാശങ്ങൾ എന്താണ്, നിങ്ങളുടെ തുല്യത എന്താണ്, അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വജന പക്ഷപാതത്തിൻ്റെതായ ഒരു ഗവൺമെന്റ് നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ് കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. So many youth Congress workers have died. പല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മരിച്ചു, കൊല്ലപ്പെട്ടിട്ടുണ്ട്. They have been killed. അവര് മരിച്ചതല്ല, അവര് കൊല്ലപ്പെടുകയായിരുന്നു. And this so-called democratic government has protected their killers. അവരുടെ കൊലയാളികളെ സംരക്ഷിച്ചത് ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പേര് പറയുന്ന ഈ ഗവൺമെന്റ് ആണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലയാളികളെ സംരക്ഷിച്ചത്. When students protested and demanded the correct implementation of reservation, in return for their protest, this government lathi charged them, beat them. നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടുത്തെ സംവരണ നിയമങ്ങളുടെ യഥാർത്ഥ നടപ്പിലാക്കലിന് വേണ്ടി അവർ പ്രക്ഷോഭം ചെയ്തപ്പോൾ അവരോട് നമ്മുടെ ഗവൺമെന്റ് അവരെ ലാത്തി ചാർജ് ചെയ്യുകയാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. In fact, they even lathi charged and beat members of their own alliance parties. സ്വന്തം മുന്നണിയിലെ ആളുകളെ വരെ ഈ ഗവൺമെന്റ് ലാത്തി ചാർജ് ചെയ്തിട്ടുണ്ട്. This government is almost a fascist government. ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന കേരളം ഭരിക്കുന്ന LDF ഗവൺമെന്റ് ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ ഏകദേശം ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് തന്നെയാണ്. When you raise your voice against it, it tries to suppress you. നിങ്ങളുടെ ശബ്ദം ഈ ഗവൺമെന്റിനെതിരെ എന്ന് നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നുവോ നിങ്ങളെ ഈ ഗവൺമെന്റ് അടിച്ചമർത്താൻ തുനിയുന്നു. When you ask for your right, it tries to put you down. നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിനോട് വാദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നിങ്ങളെ തടയാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ ആ ഗവൺമെന്റ് ശ്രമിക്കുന്നു. When you question the frauds and the scams of this government, it tells you the chief minister answers that he didn't know what was going on. ഈ ഗവൺമെന്റിൽ നടക്കുന്ന അഴിമതിയെ പറ്റി നിങ്ങൾ ചോദിക്കുമ്പോൾ, അപവാദങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എനിക്കൊന്നും അറിയില്ല എന്ന്. WhatsApp chats from his office were revealed in the EMCC scam. EMCC അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് സംഭാഷണങ്ങൾ വരെ പുറത്തു വന്നു. Officers close to him were exposed in the gold scam. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള ഓഫീസർമാരുടെ പങ്കുവരെ പുറത്തു വന്നു. Proxy firms received funds from foreign agencies facilitated by the LDF government in the Kerala Life Project Mission scam. ലൈഫ് മിഷൻ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തു നിന്നുള്ള പകരക്കാരായിട്ടുള്ള ഫേമുകൾ വിദേശത്തു നിന്ന് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പണം സ്വീകരിച്ചു. They compromised your data when they made a deal with Sprinkler.
സ്പ്രിംഗ്ലർ എന്ന അമേരിക്കൻ കമ്പനിയുമായിട്ട് ഒരു കരാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളാണ് അവർ കൊടുത്തത്. Thousands of Kerala's citizens' data went to that American company. ആയിരക്കണക്കിന് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളാണ് ആ അമേരിക്കൻ കമ്പനിയുടെ കയ്യിലൂടെ കടന്നുപോയത്. Every time questions were asked, the chief minister said he didn't know. ഓരോ പ്രാവശ്യവും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി പറയും, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞില്ല. So does he run the government or does he not? അദ്ദേഹം ഈ ഗവൺമെന്റ്, ഈ രാജ്യം, സർക്കാർ ഭരിക്കുന്നുണ്ടോ ഇല്ലയോ? അദ്ദേഹമാണോ ഭരിക്കുന്നത്? Is he truly a strong chief minister or is he weak? യഥാർത്ഥത്തിൽ ഇങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ഒരു ശക്തനായ മുഖ്യമന്ത്രിയാണോ അതോ വെറും ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണോ അദ്ദേഹം? But most importantly, is he answerable to the people of Kerala or does he think he is not? അതിലും പ്രധാനപ്പെട്ടതായിട്ട് കേരളത്തിലെ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു ബാധ്യത തനിക്കുണ്ടെന്ന് ഈ മുഖ്യമന്ത്രി ചിന്തിക്കുന്നില്ലേ? അത് ഉത്തരം പറയേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിന് ഇല്ല എന്നാണോ അദ്ദേഹം കരുതുന്നത്? When a cyclone ravaged Kerala, flood relief money was taken away by members of the CPIM. ഇവിടെ പ്രളയം നടന്നപ്പോൾ പ്രളയ ഫണ്ട് വരെ CPM ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് വക മാറ്റിക്കൊണ്ടുപോയത്. Flood relief money was put into their accounts. പ്രളയ ദുരിതാശ്വാസത്തിനുള്ള പണം അവരുടെ അക്കൗണ്ടുകളിലേക്കാണ് പോയത്. Is that answerability? ഇതാണോ ഒരു മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടത്? പറയുന്ന ഉത്തരം is that responsibility towards the people of Kerala? ഇതാണോ കേരളത്തിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം? When a government comes into power, is it its duty to give government jobs to the people of Kerala or is it its duty to give government jobs to its friends? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അതിന്റെ കടമ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ജോലി കൊടുക്കലാണോ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരുടെ സുഹൃത്തുക്കൾക്ക് ജോലി കൊടുക്കലാണോ ഒരു ഗവൺമെന്റിന്റെ കടമ എന്ന് പറയുന്നത്? As soon as the CPIM came to power, the first thing it did was put its people in all of Kerala's institutions. കേരളത്തിൽ CPM ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായിട്ട് ചെയ്തത് എന്താണ്? അവരുടെ ആളുകളെ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ കുത്തി നിറയ്ക്കുക എന്നതല്ലേ CPM ഗവൺമെന്റ് ആദ്യമായി ഇവിടെ ചെയ്തത്? You all know the truth of this better than I do. Because thousands and thousands of young men and women in Kerala protested against these backdoor appointments. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുടെ സത്യം നിങ്ങൾക്കറിയാം. കാരണം ആയിരക്കണക്കിന് ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ കേരളത്തിൽ പ്രക്ഷോഭം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിജാവസ്ഥ എന്നെക്കാളും നന്നായി നിങ്ങൾക്കറിയാം. Before the last elections, you were promised 20 lakh jobs. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾക്ക് 20 ലക്ഷം തൊഴിലുകളാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. The government forgot about that promise. ഗവൺമെന്റ് ഈ സർക്കാർ എന്ന് പറയുന്നത് ആ വാഗ്ദാനം പൂർണ്ണമായി മറന്നുപോയി. In fact, there is so much favoritism done by this government that cyclone and flood affected people have reported that if they were not members of the CPM, they did not get relief. ഈ ഗവൺമെന്റ് ചെയ്തു കൂട്ടിയ കാണിക്കുന്ന സ്വജന പക്ഷപാതം അത്ര മാത്രമാണ്. കാരണം പ്രളയ ദുരിതാശ്വാസം വന്നപ്പോൾ പ്രളയത്തിലും ചുഴലിക്കാറ്റിലും ഒക്കെ ബാധിതരായ ആളുകളുടെ കാര്യത്തിൽ പോലും CPM പ്രവർത്തകർക്കാണ് ആനുകൂല്യങ്ങൾ നൽകിയതെന്നുള്ള പരാതികൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. The interests and the livelihood of Kerala's fishermen was sold off for 5,000 crores. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം 5000 കോടി രൂപയ്ക്ക് വിറ്റ് കളയുകയാണ് ഈ സർക്കാർ ചെയ്തത്. Lots of promises were made. You were told that the cashew industry would be revived. Today, cashew industry is struggling. ധാരാളം വാഗ്ദാനങ്ങൾ ഇതുപോലെ നടത്തുകയുണ്ടായി. നിങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ കശുവണ്ടി വ്യവസായം പുനരുജ്ജീവിക്കപ്പെടുമെന്ന്. പക്ഷെ ഇന്ന് കശുവണ്ടി വ്യവസായത്തിൽ ഭാഗമായവർ ഇന്ന് ആ വ്യവസായം വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. The coir industry is struggling. അതുപോലെ തന്നെ കയർ വ്യവസായവും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. Unchecked imports are taking place in rubber. റബ്ബറിന്റെ കാര്യത്തിലാണെങ്കിൽ അനിയന്ത്രിതമായ ഇറക്കുമതിയാണ് ഈ രാജ്യത്തെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. Rubber industry in Kerala is suffering. അതുപോലെ തന്നെ റബ്ബർ വ്യവസായവും വളരെയധികം ദുരിതത്തിലൂടെ കടന്നു പോകുന്നു. No minimum support price is being given, neither for paddy, nor for rubber, nor for coconut. റബ്ബറിനായാലും നെല്ലിനായാലും നാളികേരത്തിനായാലും ഒരു അടിസ്ഥാന താങ്ങുവില ഇതുവരെ നൽകിയിട്ടില്ല. ഈ ഗവൺമെന്റ് നൽകുന്നില്ല. So what is the government spending its time and money doing? Where is its money going? What are they spending time on? ഈ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റ് സമയം ചെലവാക്കുന്നത്, ഈ ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എവിടെയാണ് ഈ ഗവൺമെന്റിന്റെ പൈസയും സമയവും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്? On PR,
പരസ്യ പ്രചരണത്തിന് വേണ്ടി, PR പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ ഗവൺമെന്റിന്റെ സമയവും പൈസയും പോയിക്കൊണ്ടിരിക്കുന്നത്. You open the newspapers, it seems like God knows what they have done in 5 years. നിങ്ങൾ പത്രം തുറന്ന് നോക്കുക, ദൈവത്തിന് മാത്രം അറിയാം അവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്രത്തിലെ പരസ്യങ്ങൾ കാണുമ്പോ, On TV, the media is praising them. TV തുറക്കുമ്പോ മാധ്യമങ്ങൾ അവരെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. Big ads are coming. വലിയ വലിയ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. Saying what a great job they have done, how much they have helped the people of Kerala. ഇതെല്ലാം പറയുന്നത് എന്തു വലിയ ജോലിയാണ്, എന്തു വലിയ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്, എത്ര വലിയ എന്തുമാത്രമാണ് കേരളത്തിലെ ജനങ്ങളെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന പരസ്യങ്ങളാണ് ടിവിയിലും പത്രങ്ങളിലും നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. So much so that they even have surveys predicting that they are coming into power again. അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു ഇത്രയും പരസ്യങ്ങൾ കിട്ടുമ്പോൾ അവരെന്താ പറയുന്നത്, ഇനിയും തിരിച്ചവർ അധികാരത്തിൽ വരുമെന്നുള്ള പ്രവചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. But on the ground, you know, because you have lived through the last 5 years. പക്ഷേ താഴെത്തട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ ഈ കാലഘട്ടം കഴിഞ്ഞ 5 വർഷങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. You have experienced the combined damage of the economic policies of the center and of the policies of your state government. നിങ്ങളാണ് ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളുടെയും കേരളത്തിലെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നയങ്ങളും ചേർന്നുകൊണ്ടിട്ടുള്ള സംയുക്തമായി എത്രമാത്രം നാശമാണ് ഇവിടെ ഉണ്ടാക്കിയതെന്നുള്ളത് നിങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. You face demonetization. നിങ്ങൾ നോട്ട് നിരോധനം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചു. You face the consequences of an unthought of lockdown. ഒട്ടും ചിന്തിക്കാതെ നടപ്പിലാക്കിയ ഒരു ലോക്ക്ഡൌണിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് നിങ്ങളാണ് അനുഭവിച്ചത്. Like millions of other small business people in Kerala face the consequences of faulty GST. അതുപോലെ വികലമായി നടപ്പിലാക്കിയ ഒരു ചരക്ക് സേവന നികുതിയുടെ GSTയുടെ അനന്തര ഫലങ്ങൾ ഇവിടെയുള്ള ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളും ചെറുകിട കടയുടമകളും ഒക്കെ അനുഭവിച്ചത് നിങ്ങൾക്കറിയാം. And you saw that despite all their promises, the central government and the state government, neither of them provided any jobs for you. നിങ്ങൾക്കറിയാം, എല്ലാ വാഗ്ദാനങ്ങളും തന്നിട്ടും കേന്ദ്ര ഗവൺമെന്റോ അതുപോലെ സംസ്ഥാന ഗവൺമെന്റോ നിങ്ങൾക്ക് വേണ്ട തൊഴിലവസരങ്ങൾ നൽകിയില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾക്കറിയാം. My sisters and brothers, what do we all want for our children? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് എല്ലാവർക്കും നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടി എന്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? We want them to stand up on their own feet. അവര് സ്വന്തം കഴിവുള്ളവരായി, സ്വന്തം പ്രാപ്തിയുള്ളവരായി, അവർ സ്വന്തം കാലിൽ നിൽക്കണം നമ്മളുടെ കുട്ടികളെന്ന് നമ്മൾ We want them to have a bright future. അവർക്ക് ശോഭനമായ ഒരു ഭാവി ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. We want them to be happy. അവര് നമ്മുടെ കുട്ടികൾ സന്തുഷ്ടരായി ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. And I am sure that when you turn towards the politicians of all political parties and when you elect a government, deep in your heart you wish and you hope that they will work hard towards fulfilling these wishes for the next generation. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുള്ള ആളുകളെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സഫലീകരിക്കാനും ഈ രാഷ്ട്രീയക്കാർക്ക് കഴിയണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. Like many of my sisters here, I am a mother. ഇവിടെയുള്ള എൻ്റെ പല സഹോദരിമാരെയും പോലെ ഞാനും ഒരു അമ്മയാണ്. And whatever my struggles might have been in my life, whatever sadness I might have faced, whatever difficulties, my natural instinct is to protect my children from that. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്, എന്തൊക്കെ വിഷമങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ എൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത എൻ്റെ മക്കള് അതിൽ കൂടെ കടന്നു പോകരുത്, എൻ്റെ മക്കളെ ഞാൻ സംരക്ഷിക്കണം എന്നൊരു ചിന്തയാണ് അമ്മ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലുള്ളത്. Like all parents, we don't want our children to face the struggles we have faced. എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ കടന്നുപോയ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, ദുരിതങ്ങൾ ഒന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുതെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. Yet what do we see? പക്ഷെ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? That we vote for political parties, we bring in a government that promises us everything, and then nobody works towards the future of our children. നമ്മൾ എന്താ പക്ഷേ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ധാരാളം രാഷ്ട്രീയ പാർട്ടികൾ നിരവധി വാഗ്ദാനങ്ങൾ തരും, നമ്മൾ ഗവൺമെന്റുകളെ തെരഞ്ഞെടുക്കും, അധികാരത്തിൽ വരും, പക്ഷെ ആരും
നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. Once they have power, all the promises are forgotten. ഒരിക്കൽ അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ വാഗ്ദാനങ്ങളും, ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ വാഗ്ദാനങ്ങളും മറക്കപ്പെടുകയാണ്. So if you want to change that kind of politics, where do you begin? അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് മാറ്റണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് തുടങ്ങാൻ പോകുന്നത്? The first thing is to understand that we work for you. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു മാറ്റം തുടങ്ങുന്നതിന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. So we are accountable to you. ഞങ്ങൾ നിങ്ങളോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായവരാണ് ഞങ്ങൾ. If we make promises that we do not keep, hold us to that. ഞങ്ങൾ നിങ്ങളോട് പറയുന്ന വാഗ്ദാനങ്ങൾ ഞങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ അതിന് ചോദ്യം ചോദിക്കാൻ, അതിന് പാലിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. If your experience in 5 years has been that every promise made to you has been broken, ഈ 5 വർഷങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ, then make a change. അതാണ് നിങ്ങളുടെ അനുഭവമെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കുക. Ask for your right. നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുക, ചോദിച്ചു വാങ്ങുക. And don't give up thinking all these people are the same, no point, this one, that one, whoever we vote for will be the same. Don't give up. There are strong people, courageous people who want to fight for the right things. നിങ്ങൾ ഒരിക്കലും മാറ്റമുണ്ടാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്തിട്ട് എന്താ പ്രയോജനം, ഇവരെല്ലാവരും ഒരുപോലെയാണ്, അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ മാറി നിൽക്കാതിരിക്കുക. ഇവിടെ ശക്തരായ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ താല്പര്യമുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ട്. There are people who believe in ideals. ആശയങ്ങളിൽ, തത്വങ്ങളിൽ, മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. There are still people who believe in our India. നമ്മുടെ രാജ്യത്തിൽ വിശ്വസിക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നും എവിടെയുണ്ട്. The India that promotes harmony amongst its children. സാഹോദര്യവും ഒത്തൊരുമയും വളർത്തുന്ന ഒരു ഇന്ത്യയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇന്ന് ഇവിടെയുണ്ട്. You might have seen that this time the Congress party has fielded more than 50% young people. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ പ്രാവശ്യം കോൺഗ്രസ് പാർട്ടി 50%-ലധികം യുവ ജനങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. They are between the age of 20 and 40. അവര് 20-നും 40-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഞാൻ പറഞ്ഞ ഈ 50%-ലധികം വരുന്ന സ്ഥാനാർത്ഥി. The reason we have done this is because we believe in your future. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്നറിയാമോ? കാരണം ഞങ്ങൾ കേരളത്തിന്റെ ഭാവിയിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാവിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ യുവ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത്. We want the next generation to change politics. ഞങ്ങൾക്ക് അടുത്ത തലമുറ രാഷ്ട്രീയത്തെ മാറ്റണം എന്ന് ഞങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. We want them to take the promises they make seriously. ജനങ്ങൾക്ക് മുൻപിൽ അവർ നൽകിയ വാഗ്ദാനങ്ങളെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന ഒരു തലമുറ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Before the election, many Congress leaders have come to you. They have mingled with people. They have talked to different groups, whether to fishermen, to the coconut industry, to the rubber industry, to understand what it is that you want, what will help you to stand up on your feet after the difficulties that you have faced in the last 5 years. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പല കോൺഗ്രസ് നേതാക്കളും നിങ്ങളുടെ മുൻപിൽ വന്നു. ഇവിടുത്തെ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവരോട്, തൊഴിലാളികളോട്, നെൽ കൃഷിക്കാരോട്, അതുപോലെ നാളികേര കർഷകരോടൊക്കെ പലരോടും സംസാരിച്ചു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു തരണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പല കോൺഗ്രസ് നേതാക്കളും നിങ്ങളെ സമീപിക്കുകയുണ്ടായി. The result of these discussions is a vision document which the Congress party has put before the people of Kerala. ഈ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ പരിണിത ഫലം എന്ന് പറയുന്നത് ഒരു വിഷൻ ഡോക്യുമെന്റ് ആണ്. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരു രൂപരേഖ, പ്രകടന പത്രിക. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. The central idea behind this vision document is to accept that you have been through a very difficult period economically in the last 4-5 years. ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ പ്രകടന പത്രികയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വളരെ ഗൗരവമേറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിരിക്കുന്നു എന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ആ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. That the businesses and the economy that was destroyed
by the faulty GST, by demonetization, and by the failed lockdown needs to be restarted and rebuilt. ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടുത്തെ നോട്ട് നിരോധനം, അതുപോലെ തന്നെ പരാജിതമായ ഒരു ലോക്ക്ഡൌൺ, അതുപോലെ തന്നെ വികലമായി തന്നെ നടപ്പിലാക്കപ്പെട്ട ഒരു ചരക്ക് സേവന നികുതി, ഇതൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഒരു സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. After discussion with experts on economy, some measures were presented in this document by which we feel that the economy can be restarted. സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം ചില ആശയങ്ങൾ ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിലൂടെ ഇവിടുത്തെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. The basic idea is that money has to be put back into the hands of the people. ഇതിലെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് പൈസ, ധനം ജനങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ വീണ്ടും എത്തിക്കണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ. Whether it is the central government or the government of the Kerala state, their ideology has shown that they are putting money in the hands of chosen few corporates. ഇത് കേന്ദ്ര ഗവൺമെന്റ് ആകട്ടെ കേരളത്തിലെ ഗവൺമെന്റ് ആകട്ടെ അവരുടെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് അവർ ചെയ്യുന്നത് എന്താണ്? അവർ പൈസ കൊടുക്കുന്നത് ആരാണ്? തെരഞ്ഞെടുത്ത കുറച്ച് കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പണം നിക്ഷേപിക്കുന്നത്. The Congress party wants to give your money back to you. എന്നാൽ കോൺഗ്രസ് പാർട്ടി നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരിച്ചു നൽകണം എന്ന് ആഗ്രഹിക്കുന്നു. Because it is by giving it to you that we can restart the economy. കാരണം If you have money in your pocket, you will spend that money. You will use it. When you use it, other businesses will run. And on the basis of that, the economy will be restarted. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോഴേ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിക്കാനാവും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ നിങ്ങൾ സാധനം വാങ്ങിക്കാൻ തുടങ്ങും. നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോൾ ഇവിടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് വ്യവസായങ്ങൾ വളർന്നു തുടങ്ങും. അങ്ങനെ വ്യവസായങ്ങൾ വളർന്നു തുടങ്ങി നമ്മുടെ സമ്പദ് വ്യവസ്ഥ പതുക്കെ പതുക്കെ ഒരു പുതുജീവൻ പ്രാപിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ പൈസ നൽകുന്നത്. We believe that by supporting small industry and small businesses, we can strengthen our economy. ഞങ്ങൾ വിശ്വസിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളെ, ചെറിയ വ്യവസായങ്ങളെയും ഇടത്തരം വ്യവസായങ്ങളെയും പിന്തുണയ്ക്കുന്നതോടുകൂടി അതിലൂടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. So the first thing that we are proposing is something called the Nyay Yojana, which we originally proposed in the 2019 election. ആദ്യമായി ഞങ്ങളുടെ പ്രകടന പത്രികയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ന്യായ പദ്ധതി. 2019 പാർലമെന്റ് ഇലക്ഷനിൽ ആദ്യമായി ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച ന്യായ പദ്ധതി കേരളത്തിലെ പ്രകടന പത്രികയിലും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. Our state government in Chhattisgarh piloted this yojana with farmers in Chhattisgarh. ഛത്തീസ്ഗഡിലെ കർഷകർക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് പൈലറ്റ് പദ്ധതിയായി ഛത്തീസ്ഗഡിലെ കർഷകരുടെ ഇടയിൽ ഈ ന്യായ പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. And we found that it was very successful. ഞങ്ങൾക്ക് അത് വളരെയധികം വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചു. According to this, 6,000 rupees per month will be given to poor families directly into their account. ന്യായ പദ്ധതി അനുസരിച്ച് ഓരോ മാസവും 6,000 രൂപ കേരളത്തിലെ ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അക്കൗണ്ടിൽ എത്തിയിരിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. For housewives who do not fall under the Nyay Yojana, between the age of 40 to 60, 2,000 rupees will be put directly into their accounts. ഈ ന്യായ പദ്ധതിയുടെ പരിധിയിൽ വരാത്ത വീട്ടമ്മമാർക്ക് 40 മുതൽ 60 വയസ്സുള്ളവരെയുള്ള വീട്ടമ്മമാർക്ക് ഓരോ മാസവും 2,000 രൂപ കൂടി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകുന്നു. This scheme would be the first of its kind, because for the first time it recognizes the work a woman does in her home. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ആദ്യത്തെ പദ്ധതിയായിരിക്കും. കാരണം ആദ്യമായിട്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാരുടെ സ്ത്രീകളുടെ അധ്വാനത്തിന് വില കൊടുക്കുകയും അതിനെ വിലമതിക്കുകയുമാണ് കോൺഗ്രസ് ഇതിലൂടെ ചെയ്യുന്നത്. Women work day and night in their homes. They look after their families, they look after their children. Everybody's need is satisfied, whether it is cooking for them, cleaning for them, all the work is done by women. സ്ത്രീകൾ രാപകലില്ലാതെ സ്വന്തം വീടുകളിൽ പണിയെടുക്കുന്നു. അത് പാചകമാകട്ടെ, വീട് വൃത്തിയാക്കലാകട്ടെ, കുട്ടികളെ നോക്കിയാലാകട്ടെ, വീട്ടിലുള്ള എല്ലാവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ രാപകലില്ലാതെ വീടുകളിൽ പണിയെടുക്കുന്നവരാണ്. The Congress wants to recognize these women who have been unrecognized so far.
ഇവരുടെ അധ്വാനം അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ സ്ത്രീകളെ, രാപകൽ പണിയെടുക്കുന്ന ഈ സ്ത്രീകളെ അംഗീകരിക്കാനും അവരുടെ അധ്വാനത്തിന് വില കൊടുക്കാനും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 5 lakh homes are planned to be built by the Congress government for the homeless. ഭവനമില്ലാത്തവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി 5 ലക്ഷം വീടുകൾ കൂടി ഞങ്ങളുടെ ഈ വിഷൻ ഡോക്യുമെന്റിൽ, പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. Fuel subsidy for auto rickshaw owners, fishermen and women will be given. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർക്കും അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്കും സ്ത്രീകൾക്കും ഇന്ധന സബ്സിഡി കൂടി ഞങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. For all those who hold white ration cards, 5 kilos of free rice will be given. 5 കിലോ സൗജന്യ അരി നൽകുന്നതായിരിക്കും. റേഷൻ അരി, വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 5 കിലോ സൗജന്യ അരി. 100 units of electricity will be free with every electricity bill. എല്ലാ ഇലക്ട്രിസിറ്റി ബില്ലിനൊപ്പം 100 യൂണിറ്റ് സൗജന്യ വൈദ്യുതി. Hostels and short stay homes for women will be built. സ്ത്രീകൾക്ക് തൽക്കാല സൗകര്യത്തിന് വേണ്ടി താമസിക്കാവുന്ന ഷോർട്ട് സ്റ്റേ ഹോമുകളും ഹോസ്റ്റലുകളും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി ഞങ്ങൾ നിർമ്മിക്കുന്നതായിരിക്കും. And minimum support price will be given for rubber, coconut and paddy. റബ്ബറിനും നാളികേരത്തിനും നെല്ലിനും അടിസ്ഥാന താങ്ങുവില നൽകുന്നതായിരിക്കും. The welfare pension will be increased to rupees 3,000 a month. ക്ഷേമ പെൻഷൻ ഒരു മാസം 3000 രൂപയായി ഉയർത്തും. അത് UDFന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. And all the injustice and partiality that you see in schools, colleges and universities, the caste discrimination that takes place will be brought to an end by the Rohit Vemula Act. നിങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും സർവകലാശാലകളിലും കാണുന്ന എല്ലാ പക്ഷപാതിത്വങ്ങളെയും, എല്ലാ അനീതികളെയും, ജാതീയമായ വിവേചനങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി രോഹിത് വെമുല ആക്ട്, രോഹിത് വെമുല നിയമം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ കൊണ്ടുവരും. For women who are working in the unorganized sector, 10,000 two-wheeler incentive will be given. അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് വേണ്ടി 2 വീലർ വാങ്ങാൻ വേണ്ടി 10,000 രൂപ ഇൻസെന്റീവായി നൽകുന്നതായിരിക്കും. And special scholarships will be given to children of single mothers. അമ്മമാർ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരുടെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സ്കോളർഷിപ്പുകൾ നൽകുന്നതായിരിക്കും. Unless there is peace in your state, there will never be any development. That is the truth of the matter, no matter what everybody else might say. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യമെന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്ത്, നിങ്ങളുടെ സംസ്ഥാനത്ത് സമാധാനമില്ലെങ്കിൽ അവിടെ ഒരിക്കലും വികസനം ഉണ്ടാവുകയില്ല. The truth is that divisiveness is encouraged by those political parties that do not want to work for you. സത്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് വിഭാഗീയത വളർത്തുന്നത് ആ രാഷ്ട്രീയ പാർട്ടികളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് അറിയുമോ? നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളാണ് നിങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. Those who do not want to discuss real issues, who do not want to solve your problems. യഥാർത്ഥ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങളെ വിഭജിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യവും സത്യവും. And especially those who make promises to you that they don't keep. അതുമാത്രമല്ല, പ്രത്യേകിച്ചും നിങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ആളുകളാണ് നിങ്ങളെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. Because they will do anything to remain in power. കാരണം അവർ അധികാരത്തിൽ തുടരാൻ വേണ്ടി എന്തും ചെയ്യും എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. Because there is no other goal except to remain in power. കാരണം അവർക്ക് അധികാരത്തിൽ തുടരുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല എന്നതും നിങ്ങൾ മനസ്സിലാക്കണം. And so when they fail to deliver on the economy, when they fail to deliver on development, when they fail to deliver on jobs, when they fail to deliver on healthcare, when they fail to help you when you are facing catastrophes, that's when they seek to divide you. അവർ സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ, അവർ ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ, അവർ നിങ്ങൾക്ക് തൊഴിലുകൾ നൽകാൻ പരാജയപ്പെടുമ്പോൾ, നിങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ പരാജയപ്പെടുമ്പോൾ, ഇവിടെ ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ അവർ പരാജയപ്പെടുമ്പോൾ, അപ്പോഴാണ് അവർ നിങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. But I have too much faith and too much hope in the people of Kerala. പക്ഷേ എനിക്ക് ഈ കേരളത്തിലെ ജനങ്ങളിൽ വളരെയധികം വിശ്വാസവും വളരെയധികം പ്രതീക്ഷയുമുണ്ട്. I believe that you will vote for those who stand up for you and stand up for this country.
എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവർക്ക്, ഈ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ എന്നതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. I believe that you understand deeply the fact that all political parties are meant to serve you. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ആഴത്തിൽ മനസ്സിലാക്കുന്നു, ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഉള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that you understand better than anybody else the weapon that a democratic constitution has given you. ഞാൻ വിശ്വസിക്കുന്നു മറ്റെല്ലാവരെക്കാളും ഉപരി ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ ഒരു ഭരണഘടന നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്തായുധമാണ് എന്ന് നിങ്ങൾ മറ്റെല്ലാവരെക്കാളും നന്നായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. It is not a weapon that kills. അത് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു ആയുധമല്ല. It is not a weapon that hurts. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു ആയുധമല്ല. It is not a weapon that destroys. അത് മറ്റൊന്നിനെ നശിപ്പിക്കുന്ന ഒരു ആയുധമല്ല. It is your vote. ആ ആയുധം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടാണ്. It is your right അത് to ask for what you deserve. അത് നിങ്ങൾ എന്താണോ അർഹിക്കുന്നത് അതിനുവേണ്ടി ചോദ്യം ചെയ്യാനുള്ള, അത് അവകാശപ്പെടാനുള്ള നിങ്ങളുടെ അവകാശമാണ്. It is your right to change the course of your state. നിങ്ങൾ change the course of your country. നിങ്ങളുടെ രാജ്യത്തിന്റെ, നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ ഭാവി മാറ്റാനുള്ള, അതെങ്ങനെ മുൻപോട്ട് പോകുന്നു ആ വഴി മാറ്റാനുള്ള നിങ്ങളുടെ അവകാശമാണ്, ആയുധമാണ് നിങ്ങളുടെ വോട്ട്. And the time has come today when first and foremost you think of what is going to strengthen you, your children and this country. നിങ്ങൾ ഈ സമയം എന്ന് പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്ന ഈ സമയം എന്നത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്താൻ പോകുന്നത്, നിങ്ങളുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്താൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. With all the wisdom that you have and all the experience of all the politicians and political parties you have seen, I know that you understand that the Congress stands for the ideology on which our country was built. നിങ്ങൾക്കുള്ള എല്ലാ വിവേകത്തോടും കൂടി ഇതുവരെ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും. കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത്, കോൺഗ്രസ് നിലനിൽക്കുന്നത്, ഇന്ത്യ എന്ന രാജ്യം എന്തിനു വേണ്ടി നിലനിൽക്കുന്നു അതിനുവേണ്ടിയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. When you vote for these young candidates, for the next generation of politicians, you strengthen yourselves, you strengthen your next generation, and you strengthen this country. നിങ്ങൾ ഈ പറയുന്ന യുവാക്കളായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ സ്വയം ശക്തീകരിക്കുകയാണ്, നിങ്ങളുടെ അടുത്ത തലമുറയെ ശക്തീകരിക്കുകയാണ്, നിങ്ങളുടെ സംസ്ഥാനത്തെ, നിങ്ങളുടെ രാജ്യത്തെയും നിങ്ങൾ ശക്തീകരിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. I truly have faith that you will take the right decision for yourselves. You will strengthen the Congress party in this election. You will form a UDF government that will serve you, that will protect your rights, that will not be afraid of you raising your voice, that will not be afraid of dissent, and that will encourage you and support you to make a stronger, better state for yourselves. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശരിയായ തീരുമാനം എടുക്കുമെന്നുള്ളത്. നിങ്ങളുടെ ശബ്ദത്തെ അടിച്ചമർത്താത്ത, നിങ്ങളെ ഭയത്തിൽ ജീവിക്കാൻ നിങ്ങളെ ഭയപ്പെടുത്താത്ത, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പോരാടാൻ സാധിക്കുന്ന, നിങ്ങളുടെ ഭാവിയെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങളുടെ സംസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റിനെ, കോൺഗ്രസ് ഗവൺമെന്റിനെ, UDF ഗവൺമെന്റിനെ നിങ്ങൾ തിരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. And a very big thank you to all of you for listening to me so patiently, even though it's very hot, for sitting so quietly and listening and engaging with me. Thank you. ഇത്രയും ചൂടായിട്ടും നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി എന്നെ ഇവിടെ ഇരുന്ന് കേട്ടതിനും, അതുപോലെ തന്നെ ഇവിടെ വളരെ സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി ഇരുന്നതിനും എനിക്ക് വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്. Jai Hind. ജയ് ഹിന്ദ്. Thank you.